+1 സയൻസിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ടാലൻറ്റിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ, ബോട്ടണിയിലെ വിഭാഗത്തിൽ വളരുന്ന ബോട്ടണി വിഭാഗത്തിലെ ആദ്യ അധ്യായം, പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അവസാന പാർട്ടാണ്. അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് കരോളസ് ലിനേയ്സിൻ്റെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന RH വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് വിറ്റാഗർ ലിവിങ് ഓർഗാനിസത്തിനെ 5 കിങ്ഡമാക്കി മാറ്റി. ഈ 2 കിങ്ഡം 2 കിങ്ഡത്തിലുള്ളതാണ്, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതിന് കൂടാതെ 3 കിങ്ഡോടെ ആഡ് ചെയ്തു. കിങ്ഡം മൊണിറ, പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ, ഇങ്ങനെ 5 കിങ്ഡമാക്കി മാറ്റി. അതിൽ കിങ്ഡം മൊണറയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് വരുന്ന എല്ലാ ജീവികളും യൂണിസെല്ലുലാറും പ്രോകാരിയോട്ടും ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ, എല്ലാതര പോഷണ രീതികളുമുള്ള ജീവികളാണ്. ഏകകോശികളും മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്തതും അതുപോലെ തന്നെ എല്ലാതര പോഷണ രീതികളുമുള്ള ജീവികളെയാണ് കിങ്ഡം മൊണറയിൽ വിറ്റാഗർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ പഠിച്ചത് ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇങ്ങനെ 4 എണ്ണത്തിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിച്ചത് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന എല്ലാ ജീവികളും യൂണിസെല്ലുലാറാണ്, യൂക്യാരിയോട്ട് മർമ്മമുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാതരം ന്യൂട്രീഷൻ തമ്മിലുള്ള വ്യത്യാസം, ഇത് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടും ഇത് കിങ്ഡം പ്രോട്ടിസ്റ്റ ഈസ് യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടുമാണ്. അതിനകത്ത് നിങ്ങൾ പഠിച്ച ഗ്രൂപ്പുകൾ ക്രൈസോഫൈറ്റ്സുകൾ, ഡൈനോഫ്ലജുലേറ്റ്സുകൾ, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് പഠിച്ചു. ഇനി നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം ഫംഗസിനെ കുറിച്ച് പഠിച്ചു. ഫംഗസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്തുള്ള ഒരേ ഒരു ഹെട്രോട്രോപ്പിക് കിങ്ഡം, അത് ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരേ ഒരു കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. എന്നാൽ അനിമേലിയ ഉണ്ടെന്നുണ്ട്, പക്ഷേ അനിമേലിയ ഹെട്രോട്രോപ്പിക് ആണെങ്കിലും അവ ഇഞ്ചക്ഷൻ ഓർ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓർഗാനിസം ലെവലൊക്കെയാണ്. ഒരേ ഒരു അതായത് നോൺ ക്ലോറോഫിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജീവികളും ഫഞ്ചൈയിൽ വരുന്നു. സ്റ്റഡിയെ വിളിക്കുന്ന പേര് മൈക്കോളജി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഫംഗസുകൾ യൂണിസെല്ലുലാർ ഫംഗസ് ഈസ്റ്റ് ആണെന്നും പെൻസിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പ്ലാൻ ബോഡി നമ്മൾ വിളിച്ച പേര് മൈസീലിയം എന്നും നിർമ്മിതമായിരിക്കുന്ന ഹൈഫയാണെന്നും പറഞ്ഞു. അതിന് പ്രത്യുൽപാദനം നമ്മൾ വെജിറ്റേറ്റീവ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്പോറുകളുടെ അടിസ്ഥാനമാക്കി ഫംഗസുകളെ പ്രധാനമായും നമ്മൾ 4 ക്ലാസ്സുകളാക്കി മാറ്റി. ഏതൊക്കെയാണ്? ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ്, ഡ്യൂറ്ററോമൈസീഡ്സ്. ഫൈക്കോമൈസീഡ്സ് ഓർ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫഞ്ചൈ, അതിൻ്റെ ആസ്കോമൈസീഡ്സ് കാൾഡ് സാക് ഫഞ്ചൈ. ബസിഡിയോമൈസീഡ്സ് ഇസ് കാൾഡ് ക്ലബ് ഫഞ്ചൈ. ഡ്യൂറ്ററോമൈസീഡ്സ് ഇസ് കാൾഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ഓർ ഫഞ്ച ഇംപെർഫെക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ഫഞ്ച ഇംപെർഫെക്റ്റ് ഓർ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ഓക്കെ, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നു. കാരണം ഇതിനകത്ത് ഏത് റീപ്രൊഡക്ഷൻ ഇല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് ഡ്യൂറ്ററോമൈസീഡ്സിന് അറിയപ്പെടുന്നത്. ഫംഗസുകൾ ചില സമയത്ത് അസോസിയേഷൻ കാണും. അങ്ങനെയുള്ള അസോസിയേഷനുള്ള ഒന്നാണ് ലൈക്കനും മറ്റൊന്നും മൈക്കോറൈസ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും, വാട്ട് ഈസ് മൈക്കോറൈസ? മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഫംഗസും ഹയർ പ്ലാന്റ്സിൻ്റെ വേരുകളും തമ്മിലുള്ള പരസ്പരാശ്രയ ബന്ധത്തെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. അതിലൊരു ലൈക്കനുണ്ട്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗയും ഫംഗസും ചേർന്നുള്ള അസോസിയേഷനെ വിളിക്കുന്നവരെ ലൈക്കൻ. നമ്മളിപ്പോൾ അത് പഠിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 3 കിങ്ഡം പഠിച്ചു കഴിഞ്ഞു. അടുത്ത കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, ഒരു ഓട്ടോട്രോപ്പിക് കിങ്ഡമാണ്. എല്ലാവരും ഓട്ടോട്രോപ്സാണ്. ആ കിങ്ഡമാണ് അടുത്ത ചാപ്റ്റർ 3 വളരെ വിശാലമായി. ഇത് 2 അടുത്ത 3ാമത്തെ അധ്യായം കിങ്ഡം പ്ലാന്റെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടക്കണ്ട, വളരെ വിശാലമായി പഠിക്കും. അടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിങ്ഡം അനിമേലിയ, അതാണ് നിങ്ങളുടെ പുസ്തകത്തിലെ 4ാമത്തെ അധ്യായം, വളരെ വിശാലമായുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 2 കിങ്ഡങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ അധികം പഠിക്കേണ്ട. അപ്പോൾ നമ്മളിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഏതൊക്കെയാണ്? കിങ്ഡം മൊണിറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ.
ഓക്കെ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എനി ഡൗട്ട്? ഞാൻ അടുത്ത പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിക്കണം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഓക്കെ എന്ന് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ഓക്കെ, A1, A2, A3, A4 ഹോളിഡേ മെഡിക്കൽ എൻട്രൻസ് എല്ലാവരും ചെയ്യണം. നിങ്ങൾ പല ക്യാമറകളാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, ഓരോ ബ്രാഞ്ചുകളും. ഓക്കെ ക്ലിയർ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് 15 മാർക്ക് ബോട്ടണിക്കും 15 മാർക്ക് സുവോളജിയാണ്. ടൈം ടേബിൾ ഇപ്പോൾ വരും. ഒരു 15 ഞാൻ ഇന്നലെ രാത്രി അയക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ സെഷൻ ടൈം ടേബിൾ ഇപ്പോൾ വരും. ഇന്ന് ടൈം ടേബിൾ വരും. അപ്പോൾ ഇന്ന് പഠിച്ച് രാത്രി കഴിഞ്ഞ ശേഷം മാത്രം പൂജ വയ്ക്കുക. രാത്രി പഠിച്ചതല്ല ഇപ്പോഴേ കൊണ്ടത് പൂജ വയ്ക്കരുത്. പൂജ വയ്ക്കുന്ന ടീമുകളെല്ലാവരും ശ്രദ്ധയ്ക്ക് ഈ ചാപ്റ്ററുകളെല്ലാം പഠിച്ച് കഴിഞ്ഞ ശേഷം മാത്രം പൂജ വയ്ക്കുക. അതുപോലെ തന്നെ അതാണ് നമ്മളെ ഫോൺ കൊണ്ടുവന്ന് പൂജ വയ്ക്കേണ്ട. അത് കാണാൻ പറ്റും നിങ്ങൾക്ക്, എഴുതാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ക്ലിയർ. ഇനി നമ്മൾ അടുത്ത പഠിക്കാനുള്ളതാണ് നമ്മൾ നമ്മളൊക്കെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇസ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞു. ജീവികളെല്ലാം കിങ്ഡം ഫഞ്ചെ ഒന്നുകൂടി പറഞ്ഞു തരാം. കിങ്ഡം ഫഞ്ചയുടെ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമ്മൾ ഇതിൻ്റെ റിവിഷൻ ക്ലാസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരും. ആരോ ചോദിച്ചു, ആരാണ് ആരോമൽ. കിങ്ഡം ഫഞ്ചെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രീവിയസ് വീഡിയോ കാണുക, 2 വീഡിയോ കിടപ്പുണ്ട്, അത് കാണുക. എന്നിട്ട് ബാക്കി ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മൊത്തമായിട്ടൊരു റിവിഷൻ ക്ലാസ് വരും, അത് പിന്നീട് പരീക്ഷയ്ക്ക് മുമ്പ് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാ ജീവികളെയും 5 കിങ്ഡത്തിനകത്ത് ഉൾപ്പെടുത്തി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ 3 പേര് ചാടി വരുന്നു, ഞങ്ങളെവിടെ ഇരുത്തും. ആർച്ച് വിറ്റാഗർ പതുക്കെ വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ 3 ജീവികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേര് വെളിയിൽ അങ്ങനെ നിൽക്കുന്നു. അതേ നോക്കിയപ്പോൾ ആരൊക്കെയാണ്? വൈറസ്, വൈറോയിഡ്, ലൈക്കൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ വരെ അതാ കിങ്ഡം അനിമേലിൽ വിറ്റാഗർ ഉൾപ്പെടുത്തി. മനസ്സിലായില്ല? പട്ടിയെ അനിമേലിൽ ഉൾപ്പെടുത്തി, മരങ്ങളെല്ലാം സസ്യങ്ങളെല്ലാം പ്ലാന്റിൽ ഉൾപ്പെടുത്തി, കൂണുകളെല്ലാം ഫഞ്ചിൽ ഉൾപ്പെടുത്തി, യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടുകളെല്ലാം പ്രോട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്തി, ഏകകോശികളും ന്യൂക്ലിയസ് ഇല്ലാത്ത മുണറെ ഉൾപ്പെടുത്തി. എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പതുക്കെ ആര് വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ നമ്മൾ ആർച്ച് വിറ്റാഗർ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നോക്കുമ്പോൾ 3 പേര് വെളിയിൽ നിൽക്കുന്നു. എന്തെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ 3 പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചത് ആരൊക്കെയാണ് ഉൾപ്പെടുത്താത്തത്, ക്ലാസ്സിൽ കയറാത്ത ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആരൊക്കെ നിൽക്കുന്നു വെളിയിൽ? വൈറസസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്. അപ്പോൾ ഇവർ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയില്ല വിറ്റാഗറെ എന്ന് ഇവർ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ ആര് പറഞ്ഞു? വിറ്റാഗർ പറഞ്ഞു, നിങ്ങളെല്ലാം ഏതാണ് എ സെല്ലുലാർ ആണ്, അതുകൊണ്ട് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾ പഠിക്കാത്തവരാണ് ക്ലാസ്സിൽ കയറേണ്ട എന്ന് പറയും പോലെ. എ സെല്ലുലാർ, എ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ആബ്സെൻറ്റ്. സെല്ല് മീൻസ് കോശം. മലയാളം, നിങ്ങൾക്ക് കോശഘടന ഇല്ല, അതാണ് കാരണം. നിങ്ങൾ ജീവിയാണെങ്കിൽ കോശഘടന ഉണ്ടായിരിക്കണം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ പഠിച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, സെല്ലുലാർ ഓർഗനൈസേഷൻ, മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ലാത്തതുകൊണ്ട്, സെല്ലുലാർ ആയതുകൊണ്ട്, കോശഘടന ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ 3 പേരെ ഉൾപ്പെടുത്താൻ കഴിയില്ല, ഇറങ്ങിപ്പോകൂ എന്ന് ആരുടെയൊക്കെ പറഞ്ഞു? വൈറസസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്. അപ്പോൾ 5 കിങ്ഡത്തിൽ ഉൾപ്പെടാത്ത 3 ജീവിയുടെ പേര് പറയൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരൊക്കെ പറയും? വൈറസസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്. എന്തുകൊണ്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ഇവ 3 ഉൾപ്പെട്ടില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആൻസർ എന്താണ്? ദേ ആർ എ സെല്ലുലാർ. എ മീൻസ് ആബ്സെൻറ്റ്. ഏതിനോടുകൂടി എ ആഡ് ചെയ്താൽ സെല്ലുലാർ, കോശഘടന. എ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശഘടന ഇല്ലാത്തത് എന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? വൈറസുകളെയും വൈറോയിഡുകളെയും ലൈക്കൻസിനെയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്നില്ല. വൈ? ബിക്കോസ് ദേ ലാക്ക് സെല്ലുലാർ സ്ട്രക്ചർ. കോശഘടന ഇല്ല, അഥവാ എ സെല്ലുലാർ. അതുകൊണ്ട് ആര് പുറത്തായി? വൈറസസുകളും വൈറോയിഡ്സുകളും ലൈക്കൻസും പുറത്തായി. നമ്മൾ ആദ്യം ലൈക്കൻസ് പഠിച്ചിട്ട് നമുക്ക് ആദ്യം വൈറസിലേക്ക് കടക്കാം. ഇത് 2 റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത് റിലേറ്റഡ് അല്ല. നമുക്ക് ആദ്യം ലൈക്കൻസ് എഴുതിക്കൊള്ളുക എല്ലാവരും. ഹെഡിങ് ലൈക്കൻസ്. ആരാണ് ലൈക്കൻ? ഞാൻ പറഞ്ഞു ഫംഗസ് പഠിച്ചപ്പോൾ ലൈക്കൻസ് ആർ ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓർ മ്യൂച്വൽ അസോസിയേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗയും ഫഞ്ചയും, അല്ലെങ്കിൽ ഒരു ആൽഗയും ഒരു ഫംഗസും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്പോസിറ്റ് കളക്റ്റീവ് ഓർഗാനിസമാണ് ലൈക്കൻ. ആൽഗൽ ഫംഗൽ ദമ്പതിമാരെ നമുക്ക് ലൈക്കൻ എന്ന് പറയും. 2 വിരുദ്ധ ദമ്പതികളല്ലേ? ആൽഗെ, ഫംഗൽ ദമ്പതിമാർ.
ആൽഗൽ ഫംഗൽ ദമ്പതിമാരെ വിളിക്കുന്ന പേര് ലൈക്കൻ. ലൈക്കൻ ഈസ് ഫോംഡ് ബൈ ദി mutual associationship or symbiotic association between algae and fungi. What is lichen? Lichen is the symbiotic or mutual association between algae and fungi. Algae fungi തമ്മിലുള്ള പരസ്പരാശ്രയ ബന്ധത്തെ വിളിക്കുന്ന പേര് lichen. What is lichen? Lichen is the symbiotic or mutual associationship between algae and fungi. ലൈക്കനിൽ ഈ ആൽഗൽ ദമ്പതിയെ വിളിക്കുന്ന പേര് ആ സ്റ്റഡി ഓഫ് ആൽഗെ ഫൈക്കോളജി എന്ന് പറയുന്നത് കൊണ്ട് ഇതിനെ ഫൈക്കോബയോണ്ട് എന്ന പേരിൽ അറിയപ്പെടും. വാട്ട് ഈസ് ഫൈക്കോബയോണ്ട്? കഴിഞ്ഞ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. ലൈക്കനിലെ ആൽഗൽ ഭാഗത്തെ ആൽഗൽ പാർട്ട്ണറിനെ വിളിക്കുന്ന പേര് ഫൈക്കോബയോണ്ട്, സ്റ്റഡി ഓഫ് ആൽഗെ ഫൈക്കോളജി ആയതിനാൽ. അപ്പോൾ ഫംഗസിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? മൈക്കോളജി എന്നല്ലേ. അതുകൊണ്ട് ഫഞ്ചെ അല്ലേ ഇതിനെ ഫംഗൽ പാർട്ട്ണർ വിളിക്കുന്ന പേരെന്താ അറിയപ്പെടും? മൈക്കോബയോണ്ട്. അപ്പോൾ ആരൊക്കെ ചേർന്നാണ്? ഒരു ഫൈക്കോബയോണ്ടും ഒരു മൈക്കോബയോണ്ടും ചേരുമ്പോൾ അതെന്തായിട്ട് മാറും? ലൈക്കനായി മാറുന്നു. ഡൗട്ടുണ്ടോ? വാട്ട് ഈസ് ലൈക്കൻ? ലൈക്കൻ ഈസ് ഫോംഡ് ബൈ ദി മ്യൂച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗയും ഫംഗസും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമാണ്? ഏത് ബന്ധമാണ്? മ്യൂച്വൽ, അല്ലെങ്കിൽ വേറെ പേരെന്താണ്? സിംബയോട്ടിക് ബന്ധമാണ്, പരസ്പരാശ്രയ ബന്ധം. പരസ്പരാശ്രയ ബന്ധത്തിലൂടെ ആൽഗയും ഫംഗസും ചേർന്ന് ജീവിച്ചാൽ ആ ജീവിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്കൻ. നമുക്ക് ലൈക്കൻ കാണാൻ കഴിയും. തെങ്ങിലൊക്കെ നമ്മളൊക്കെ പറ്റിപ്പിടിച്ച് വെള്ള നിറത്തിൽ കമ്പൂലൊക്കെ നോക്കിയാൽ വെള്ള പാടുകൾ പോലെ തേമ്പൽ പോലെ കാണാൻ കഴിയും. പാറപ്പുറം നോക്കുക, അതുപോലെ തന്നെ പഴയ ഓടിലൊക്കെ നമ്മൾ നോക്കിയാൽ ഡിസൈനുകൾ കാണാൻ പറ്റും. ആ ഡിസൈനുകളെല്ലാം ഒരു വെള്ള നിറത്തിലുള്ള ഒരു ഒരു പച്ച നിറത്തിലൊക്കെ ക്ലാവ് പോലെ കാണാൻ കഴിയും. അതെന്ന് പറയുന്നത് ഏതാണ്? ലൈക്കനുകളാണ്. ഇതിൽ ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേര് ഫൈക്കോബയോണ്ടെന്നും ഇതിനെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ടെന്നും. ആൽഗെ എന്ന് പറയാൻ നമുക്കറിയാം വിരുദ്ധരാണ് രണ്ടുപേരും. ഓട്ടോട്രോപ്സ് ആണ് അല്ലേ? ഓട്ടോട്രോപ്പാണ്. എങ്കിൽ ഫംഗസ് ആണെങ്കിലോ ഹെറ്ററോട്രോപ്പാണ്. ഏതാണ്? ഹെറ്ററോട്രോപ്സ് ആണ്. അതായത് ആൽഗെ തൻ്റെ ഭർത്താവായ ഫംഗസിന് വേണ്ടി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. കാരണം അവ ഓട്ടോട്രോപ്പാണ് അല്ലേ? ഇപ്പോൾ സ്വന്തം അല്ലേ, ഇപ്പോൾ ആൽഗെ ഫംഗൽ ദമ്പതിമാരാണെങ്കിൽ ആൽഗെ ഭാര്യയുടെ റോൾ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? വീട്ടിലിരുന്ന് ആഹാരം പാകം ചെയ്യുമ്പോൾ ഇത് എന്താണ്? ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഫംഗസ് ഭർത്താക്കൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ കൊണ്ടുവരും. ദേ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. ആരെയാണ്? വാട്ടറും മിനറൽസും വലിച്ചെടുക്കും. കൂടാതെ തന്നെ അവ എന്ത് ചെയ്യുന്നു? ആർക്ക് ഷെൽട്ടർ കൊടുക്കുന്നു. വീടാലെ ഷെൽട്ടർ മീൻസ് അഭയം കൊടുക്കുന്നു. ആർക്ക്? ആൽഗയ്ക്ക്. എന്നിട്ട് മേധാവിത്വത്തോടെ എന്ത് ചെയ്യും? റീപ്രൊഡക്ഷൻ നോക്കിയാൽ ആരാണെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യണത്? ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ ആയിരിക്കും. ആൽഗയുടെ ചിലവിൽ ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നു ഇത് മ്യൂച്വൽ അസോസിയേഷൻ അല്ല, മ്യൂച്വലിസം അല്ല, അല്ലെങ്കിൽ സിംബയോട്ടിക് അല്ല. അതുകൊണ്ട് ഇപ്പോൾ പുസ്തകത്തില്ല. ഇപ്പോൾ ഒരു വേറൊരു ടേം ഉപയോഗിക്കും, ഹീലോട്ടിസം. സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പ് അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ആരാണ്? ഇവിടെ ആൽഗ എന്ന് പറയുന്നത് ഒരു സ്ലേവും ഫംഗസ് ഒരു മാസ്റ്ററുമായി കരുതുന്നു. പക്ഷേ പുസ്തകത്തില്ല. ഇത് എൻട്രൻസിനൊക്കെ ചോദിക്കും. ഹീലോട്ടിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽഗ എന്ന് പറയുന്നത് ഒരു ആൽഗ എന്ന് പറയുന്ന ഒരു സ്ലേവ്, ഒരു അടിമയും, ഇവിടെ നമ്മൾ നോക്കിയാൽ ഫംഗസ് എന്നൊരു മാസ്റ്ററുമായി കാണുന്നു. അപ്പോൾ ആൽഗൽ ഫംഗൽ റിലേഷനിൽ ആൽഗ എന്ന് പറയുന്ന ഒരു അടിമയും സ്ലേവും അതുപോലെ തന്നെ ഫംഗസ് ഒരു മാസ്റ്ററുമായി കരുതുന്നുണ്ട്. ഈ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഹീലോട്ടിസം എന്ന പേരിലും അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹീലോട്ടിസം. ഇതിൽ ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേരെന്താണ്? ഫൈക്കോബയോണ്ടെന്നും ഫംഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ടെന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അസോസിയേഷൻ പുസ്തകത്തിൽ പറയുന്ന പേരെന്താണ്? മ്യൂച്വലിസം ഓർ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ കഴിവുള്ള ആൽഗെ ഫംഗസിൻ്റെ സംരക്ഷണയിൽ വളരുന്നു. ആ ഫംഗസ് എന്ത് ചെയ്യുന്നു? വാട്ടർ മിനറൽസും വലിച്ചെടുക്കുന്നു. ആൽഗയ്ക്ക് ഷെൽട്ടർ അഥവാ അഭയം നൽകുന്നു. അവയുടെ ചെലവിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ദിസ് റിലേഷൻ ആൽഗൽ ഫംഗൽ റിലേഷൻ ഈസ് നോട്ട് മ്യൂച്വലിസം ഓർ സിംബയോട്ടിക്, ഇറ്റ് മസ്റ്റ് ബി ഹെലോട്ടിസം. ഹെലോട്ടിസം മീൻസ് സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പ്. ഏതാണ്? സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പ്. ഇവിടെ ആരാണ് സ്ലേവ്? ആരാണ് അടിമ? ആൽഗയും ഫംഗസ് എന്നൊരു മാസ്റ്ററുമായിട്ട് കാണുന്നു. ഇനി നമ്മൾ ലൈക്കൻസിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫാർമർ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നാണ്. എൻട്രൻസിനൊക്കെ ചോദിക്കും. ഫാർമർ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം, സസ്യസമൂഹത്തിലെ കർഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആര്? ലൈക്കന്. എന്തുകൊണ്ട്? ഈ ലൈക്കൻ പാറയിലൊക്കെ വളർന്നിട്ട് പാറ പൊടിഞ്ഞ് എന്തുണ്ടാകാൻ സഹായിക്കുന്നു? സോയിൽ, മണ്ണുണ്ടാകാൻ സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ലൈക്കൻസിനെ നമ്മൾ എന്തെങ്കിലും അറിയപ്പെടുന്നു? ഫാർമർ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. നമ്മൾ ഒരിക്കൽ
നമ്മൾ കിങ്ഡം മൊണറയിൽ വരുന്ന ഒരു മെമ്പറാണ് മൈക്കോപ്ലാസ്മ ഓർ PPLO. അതിനെ നമ്മൾ എന്താണ് വെറുതെ കളിപ്പയിൽ അറിയപ്പെട്ട ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജിക്കൽ പാർക്ക് സൂക്ഷ്മജീവികളുടെ ഇടയിൽ ജോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവിയാണ് മൈക്കോപ്ലാസ്മ. അതുപോലെ ലൈക്കൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഫാർമർ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. എൻട്രൻസിന് ചോദിക്കുന്നുണ്ട് ഫാർമർ എന്തുകൊണ്ട് കർഷകൻ എന്ന് വിളിച്ചു? ഇയാൾ രാവിലെ കളിക്കാൻ പോവോ? ഇല്ല. ഇദ്ദേഹം പാറയിൽ പറ്റിപ്പിടിച്ചിരുന്ന് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകാൻ സഹായിക്കുന്നതുകൊണ്ട് ലൈക്കനുകളെ ഫാർമർ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നു. പുസ്തകത്തിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ദേ ആർ കാൾഡ് ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ഓർ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ എപ്പോഴും പരീക്ഷ ചോദിക്കും പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ മലിനീകരണം കാണിക്കുന്ന ജീവിയുടെ പേരെന്ത്? വായു മലിനീകരണമുണ്ട് എങ്കിൽ അവിടെ ആര് വളരില്ല? ലൈക്കൻ വളരില്ല എന്ന് പറഞ്ഞു. ലൈക്കൻ ഇല്ലാത്ത പ്രദേശങ്ങളെല്ലാം വായു മലിനീകരണമുള്ളതാണ്. എന്നാൽ മരങ്ങളിലൊക്കെ ലൈക്കൻസ് ആവശ്യം പോലെ ഉണ്ടെങ്കിൽ അവിടെ ശുദ്ധവായു ആയിരിക്കും. അപ്പോൾ ശുദ്ധവായുവുള്ള പ്രദേശങ്ങളിൽ ലൈക്കൻ അമിതമായി വളരുന്നത് കൊണ്ടും അല്ലാത്ത പ്രദേശങ്ങളിൽ കാണാത്തത് കൊണ്ടും നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ബസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ മരങ്ങളിൽ ലൈക്കനുണ്ട്. പക്ഷേ ലൈക്കനുകളെല്ലാം ഈ കറുത്ത പോലെ കരിഞ്ഞിരിക്കും. കാരണം വാഹനങ്ങളെ പുക ഉള്ളതുകൊണ്ട് അവ ബേൺഡ് അപ്പിയറൻസ്, അവ കത്തി അമർന്നതുപോലെ കാണും, ബേൺഡ് അപ്പിയറൻസ് കാണിക്കും. അപ്പോൾ പൊല്യൂട്ടഡ് ഏരിയയിൽ ആര് വളരില്ല? ലൈക്കൻസ് വളരില്ല. അതുകൊണ്ട് ഒരു ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ് ആരെന്ന് പറയുന്നത്? ലൈക്കൻസ്. ഓക്കെ, നമ്മൾ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലിറ്റ്മസ് പേപ്പറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ലൈക്കനാണ്. റോസല്ല എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ട ഫോർ ഓൺലി എൻട്രൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആരെക്കുറിച്ചുള്ള പഠനമാണ്? ലൈക്കൻസ്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയാണ്, അശ്രദ്ധാർ ഉറങ്ങിയവർക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർക്കും അല്ലെ അലക്ഷ്യമായിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ലൈക്കൻ ഒരിക്കലും പറയാണ്. ഇനി ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് 9:30 നിർത്തണം. നമ്മൾ അറിയേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ഉൾപ്പെടാത്ത 3 ജീവികളാണ് വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്. ഇതിൽ ആദ്യം നമ്മൾ പഠിച്ച ലൈക്കൻസിനെ കുറിച്ചാണ്. ഈ വൈറസും വൈറോയിഡും ലൈക്കൻസും 5 കിങ്ഡം വിറ്റാഗറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ഉൾപ്പെടാത്തതിന് കാരണം അവ സെല്ലുലാർ ആണ്, കോശഘടന ഇല്ലാത്തതിനാലാണ്. സംശയമില്ലല്ലോ. കോശഘടന ഇല്ലാത്ത വൈറസുകളെയും വൈറോയിഡുകളെയും ലൈക്കനെയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് പുറത്താക്കി. അതിലാദ്യം നമ്മൾ പഠിക്കുന്ന ലൈക്കനുകളെ കുറിച്ചാണ്. ലൈക്കൻ എന്ന് പറയുന്ന ഏകവചനം, ലൈക്കൻസ് ബഹുവചനം. ലൈക്കൻസ് ഉണ്ടാകുന്നത് ആൽഗയും ഫംഗസും കൂടെ പരസ്പരം ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് ലൈക്കൻ ഉണ്ടാകുന്നത്. അതിൽ ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേര് ശാസ്ത്രീയമായ പേര് ഫൈക്കോബയോണ്ടെന്നും ലൈക്കനിലെ ഫംഗസിൻ്റെ ഭാഗത്തെ വിളിക്കുന്നവർ മൈക്കോബയോണ്ടെന്ന് അറിയപ്പെടുന്നു. വാട്ട് ഈസ് ഫൈക്കോബയോണ്ട്? ദി ആൽഗൽ പാർട്ട്ണർ ഓഫ് എ ലൈക്കൻ ഈസ് കാൾഡ് ഫൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണർ ഓഫ് എ ലൈക്കൻ ഈസ് കാൾഡ് മൈക്കോബയോണ്ട്. ആൽഗെ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പാണ്, ഫംഗസ് എന്ന് പറയുന്നത് ഹെട്രോട്രോപ്പാണ്. 2 വിരുദ്ധർ തമ്മിലുള്ള ജീവിതമാണ് ലൈക്കൻ. നമ്മൾ നോക്കിയാൽ ഓട്ടോട്രോപ്പായിട്ടുള്ള ആൽഗെ ഫുഡ് പാകം ചെയ്യുന്നു. അവ ഫോട്ടോസിന്തസിൻ്റെ ഫലമായി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫംഗസ് അതിന് പ്രത്യേകപരമായി വാട്ടറും മിനറൽസും വലിച്ചെടുക്കുന്നു. ഫംഗസിന് ഷെൽട്ടർ അഥവാ അഭയം നൽകുന്നു. ഈ ചെലവിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് മ്യൂച്വലിസം അഥവാ സിംബയോട്ടിക് അസോസിയേഷൻ, ആൽഗയും ഫംഗയും തമ്മിലുള്ള ബന്ധം അടിപിടി ബന്ധമാണെന്നാണ് ഇപ്പോൾ പറയണത് അല്ലേ. അതായത് പണ്ടാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഭാര്യപത്രം മ്യൂച്വലിസം, സിംബയോട്ടിക് ആണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഹിലോട്ടിസം ആണെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പ്. ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് ഫംഗസ് എന്നും സ്ലേവ് എന്ന് പറയുന്നത് ആൽഗ, അവരെ അടിമയാക്കി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, മലിനീകരണത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ജീവിയാണ് ആരെന്ന് പറയുന്നത്? സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കും, നെയ്മ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, ആൻസർ ലൈക്കൻ. നെയ്മ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, ലൈക്കൻ. എന്തുകൊണ്ട് ലൈക്കനെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നു? കാരണം പൊല്യൂട്ടഡ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ലൈക്കൻ നശിച്ചു പോകുന്നു, ബേൺഡ് അപ്പിയറൻസ് ആകുന്നു. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ കരുതുന്നത് ആരാണ്? എപ്പോഴും ചോദിക്കും ലൈക്കൻ. നെയിം പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, ആൻസർ ലൈക്കൻ. ചോദിക്കും ഫാർമർ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എൻട്രൻസ് ചോദിച്ചാൽ പറയണത് ഏതാണ്? ലൈക്കൻ. ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സോയിൽ. പാറയിൽ വളർന്ന് സോയിലിലെ എറോഷൻ്റെ ഫലമായിട്ട് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അവ ഫാർമർ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടാതെ തന്നെ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിർമ്മാണത്തിനുമൊക്കെ ആര് ഉപയോഗിക്കുന്നുണ്ട്? ഈ ലൈക്കൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ലൈക്കൻസിനെ കുറിച്ച് എനി ഡൗട്ട് പ്ലീസ്. ഹിലോട്ടിസം മീൻസ് സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പ്. ഹിലോട്ടിസം അടിമ യജമാന ബന്ധം. അടിമ ആരിവിടെ? ആരാണ് അടിമ? ആൽഗ അടിമയും ഫംഗസ് ഇതും. ഓക്കെ, ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണം. ഇതിനകത്ത് ചോദിക്കും ഫൈക്കോബയോണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ, മൈക്കോബയോണ്ട്. വാട്ട് ഈസ് ലൈക്കൻ? അടുത്ത
നെയിം പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. 4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. ആരാണ് ലൈക്കൻ? എന്താണ് ലൈക്കനുള്ള ബന്ധം? മ്യൂച്വലിസം ഓർ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ ചോദിക്കുക. അടുത്ത് എന്താണ് ഫൈക്കോബയോണ്ട്? ആൽഗൽ പാർട്ണർ ഓഫ് എ ലൈക്കനീസ് കാർഡ് ഫൈക്കോബയോണ്ട്. മൈക്കോബയോണ്ട് എന്താണ്? ഫംഗൽ പാർട്ണർ ഓഫ് ദ ലൈക്കനീസ് കാർഡ് മൈക്കോബയോണ്ട്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ആരാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ? പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ? ലൈക്കൻ. എങ്ങനെയാണ്? അവ ഫ്രഷ് ആയിട്ടുള്ളതിൽ മാത്രമേ വളരൂ, പൊല്യൂട്ടഡ് ഏരിയയിൽ വളരില്ല. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എനി ഡൗട്ട്? അടുത്ത വൈറസിലേക്ക് കിടക്കട്ടെ, പെട്ടെന്നാവട്ടെ. സ്പീഡപ്പ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഈ ക്വസ്റ്റ്യൻ ഫൈക്കോബയോണ്ട്, മൈക്കോബയോണ്ട്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, ഈ ബന്ധം, വാട്ട് ഈസ് ലൈക്കൻ, ഇത്രയും ചോദിക്കും. ക്ലിയർ? സ്റ്റഡി ഓഫ് ലൈക്കനീസ് കാർഡ്, ലൈക്കനോളജി. ആൾക്ക് കുറിച്ച് ഫൈക്കോളജി, മൈക്കോളജി, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അപ്പോൾ ഇനി അടുത്ത 2 ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ്? വൈറസും വൈറോയിഡ്സൊക്കെ. നമ്മൾ വൈറസ് എന്ന് പറയുന്നത് വൈറസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. വൈറസ് ചുരുക്കി പറയാം. വൈറസ് ഏകവചനം, വൈറസസ് ബഹുവചനം. ഓക്കെ, വൈറസസ്. ഇതിന് ലൈക്കനെ പോലെ തന്നെ ഇതും എ സെല്ലുലാറാണ്. വൈറസസ് ആർ എ സെല്ലുലാർ, കോശഘടനയില്ല, സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. ലൈക്കനും ഏതില്ല? സെല്ലുലാർ. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് പുറത്താക്കിയ ഫൈക്കുണ്ടാക്കുന്നത്. ഇതിനകത്ത് വൈറസ് എന്ന് പറയുന്ന ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈറസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് പാസ്റ്ററാണ്. ആരാണ്? ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം വൈറസസ്? കഴിഞ്ഞ പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാസ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് വൈറസ് എന്ന് പറഞ്ഞ പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വൈറസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പോയിസണസ് ഫ്ലൂയിഡ്, കാളകൂട വിഷം, അഥവാ പോയിസണസ് ഫ്ലൂയിഡ് എന്താണ്? വിഷം ദ്രാവകം എന്നാണ് വാക്കിനർത്ഥം. അല്ലെങ്കിൽ വെനം, പാമ്പ് വിഷത്തെ നമ്മൾ വെനം എന്നാണ് വാക്കിനർത്ഥം. നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മൾ വീട്ടിലിരിക്കുന്ന പ്രധാന കാരണം ആരാണ്? ഈ ഒരുത്തൻ, ഇവൻ കാരണമാണ് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നത് അല്ലേ? വൈറസസ്. ഏത് വൈറസാണ്? COVID-19 അല്ലേ? ഒരു വൈറസ്. ആലോചിച്ച് നോക്കുക, നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു എ സെല്ലുലാർ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവി, ഒരു കോശഘടന പോലും ഇല്ലാത്ത ഒരു ജീവിയായ COVID-19 ആണ് നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നിസ്സാരമായ ഒരു ജീവിക്ക് പോലും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്നു. ശ്രദ്ധിക്കുക, വൈറസ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്ററാണ്. ആരാണ്? ഹു ഇൻട്രൊഡ്യൂസ് ദ ടൈം വൈറസ്? എഴുതിക്കണം. ആദ്യമായിട്ട് വൈറസ് എന്നുള്ള പദം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? പാസ്റ്റർ. വൈറസ് എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? പോയിസണസ് ഫ്ലൂയിഡ്, വിഷദ്രാവകം അഥവാ വിനം അഥവാ വിഷം എന്ന വാക്കിനർത്ഥം. ഇനി അതിനുശേഷം ഇതിൻ്റെ ഹിസ്റ്ററിയാണ് പറയണത്. അതിനുശേഷം നമ്മൾ DJ ഇവാനോസ്കി, ഈ ടേമിൽ എഴുതിക്കണം. DJ ഇവാനോസ്കി 1892 അദ്ദേഹം ഏത് കണ്ടെത്തി? ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്, അതായത് പുകയില ചെടിയിൽ മൊസൈക്ക് രോഗം കണ്ടെത്തി. ഇതിന് കാരണം വൈറസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ആ വൈറസ് ഏതാണ്? TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. കണ്ടെത്തിയത് ആരാണ്? ഇവാനോസ്കിയാണ്. അപ്പോൾ ഹു ഡിസ്കവേർഡ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഓർ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് കാസ്ഡ് ബൈ വൈറസ് എന്ന് കണ്ടാൽ ആദ്യം നിങ്ങൾ പറയാനുള്ള ആരാണ്? DJ ഇവാനോസ്കി. അതിനുശേഷം വേറൊരു ശാസ്ത്രജ്ഞനാണ് ബെജറിങ്. ഇതിനൊന്ന് ഒരു അരമാർഗ പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ ബെജർനിക് 1898, ഇത് 92, ഇത് 1998. ഇദ്ദേഹം പറഞ്ഞു, ഈ ടൊബാക്കോ മൊസൈക്ക് രോഗം ബാധിച്ച പുകയില ചെടിയുടെ കഷായം എവിടുത്തെ കലക്കിയിട്ട് മറ്റു ചെടികൾ തളിച്ചാൽ അതിലും വരും? അസുഖം വരും. അദ്ദേഹം പറഞ്ഞ പേര് കൊണ്ടാജിയം, ഈ ടേമൊക്കെ വേണം, കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡം. ഈ ടൈം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്, അതായത് ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്, പുകയില ചെടിക്ക് രോഗം വന്ന പുകയിലയുടെ ഇലയൊക്കെ ഉണ്ടാക്കിയ കഷായം എടുത്ത് മറ്റു ചെടികൾ തളിച്ചാൽ അവയ്ക്കും മൊസൈക്ക് രോഗം വരും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെജർനിക്.
ഇനി ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് WM സ്റ്റാൻലി. ആരാണ്? WM സ്റ്റാൻലി. 1932 അല്ലേ? 1932 നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി സമയത്ത് 1935 കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് WM സ്റ്റാൻലി അതിലൊന്നും പങ്കെടുത്തില്ല അല്ലേ? അദ്ദേഹം വിദേശത്തല്ലേ. ഈ WM സ്റ്റാൻലി അദ്ദേഹം വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്തെടുത്തു. വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് പരലുകളാക്കി മാറ്റിയത് ആരാണ്? WM സ്റ്റാൻലി. അപ്പോൾ ഹിസ്റ്ററി വൈറസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയുന്നത് ശ്രദ്ധയോടെ കേട്ടണം. വൈറസ് എന്ന് പറയുന്നത് ഏകവചനം, വൈറസസ് ബഹുവചനം. വൈറസ് എന്ന് പറഞ്ഞ പദത്തിനർത്ഥം പോയിസണസ് ഫ്ലൂയിഡ്, വിഷദ്രാവകം, വിനം അഥവാ വിഷം എന്നാണ് അർത്ഥം. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ദ ടേം വൈറസ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പാസ്റ്റർ. അതിനുശേഷം 1892 DJ ഇവാനോസ്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ടൊബാക്കോ ചെടികളിൽ ടൊബാക്കോ മൊസൈക് ഡിസീസ് കണ്ടെത്തുകയും അതിന് കാരണം വൈറസ് ആണെന്ന് പറയുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന ബെജർനിക്ക് ഈ ചെടികളുടെ പുകയില കഷായം എടുത്ത്, രോഗം വന്ന ചെടികളുടെ ഒരു കഷായം എടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ കഷായത്തിൻ്റെ പേരാണ്, ആ കലക്കിനെ വിളിക്കുന്ന പേര് കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡം, ലാറ്റിനാണ്. അതായത് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് എന്നാണ് വാക്കിനർത്ഥം. ഇതെടുത്ത് മറ്റുള്ളവർ തളിച്ചാൽ മറ്റു ടൊബാക്കോ പുകയില ചെടിക്ക് രോഗം വരുമെന്ന് കണ്ടെത്തിയ ബെജർനിക്കാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1935 WM സ്റ്റാൻലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വൈറസിനെ എന്ത് ചെയ്തു? പരലുകളാക്കി മാറ്റി, അഥവാ ക്രിസ്റ്റലൈസ്ഡ് ചെയ്തു. പരലാക്കി മാറ്റി ക്രിസ്റ്റലൈസ് ചെയ്തു. അപ്പോഴാണ് ഒരു ചോദ്യം വന്നത്, ജീവനുള്ള നമ്മളെ ക്രിസ്റ്റലാക്കാൻ പറ്റുമോ? കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്, പുകയില കഷായം എന്നാണ് വാക്കിൽ മലയാളം. പുകയില രോഗം വന്ന ചെടികളുടെ കഷായം ഇലയെല്ലാം കൂടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡം. ഓക്കെ, നമ്മളെ ക്രിസ്റ്റലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴൊരു ചോദ്യം വന്നു, വൈറസിന് ജീവനുണ്ടോ? എല്ലാവരും ചാടി എണീറ്റിട്ട് സ്റ്റാൻലിയുടെ ഇദ്ദേഹം WM സ്റ്റാൻലി പറഞ്ഞു, ഞാൻ വൈറസുകളെ ക്രിസ്റ്റലാക്കി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ദൈവമേ, വൈറസിന് ജീവനുണ്ടോ? നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാക്കി, അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റലാക്കി, പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലാക്കി, ഒന്നിനും ജീവനില്ല. രഞ്ജു അനിൽകുമാർ പ്രസൻറ്റ് സ്ക്രീൻ കാണിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. അപ്പോഴൊരു ചോദ്യം വന്നു, വൈറസസ് ആർ ലിവിങ് ഓർ നോൺ ലിവിങ്? ഞങ്ങൾ വായിക്കട്ടോ. വൈറസസ് ആർ ലിവിങ്. ആരെ ഡിസ്കവറിയാണ് ഇതിന് കാരണം? സ്റ്റാൻലിയുടെ ഡിസ്കവറിയാണ് ഇതിന് കാരണം. വൈറസിന് ജീവനുണ്ടോ ജീവനില്ല എന്നൊരു ചോദ്യം അതിലേക്ക് വന്നു. ഓക്കെ, ഇത് വായിക്കട്ടെ. ഒരിക്കലും പറയണേ, ഞാൻ വൈറസിനെ കണ്ടെത്തിയത് ആരാണ്? പാസ്റ്ററാണ്. വൈറസ് എന്ന് പറയുന്നത് സെല്ലുലാറാണ്, കോശഘടന ഇല്ലാത്ത ജീവിയാണ്. വൈറസ് ഏകവചനം, വൈറസസ് ബഹുവചനം. വൈറസ് എന്നുള്ള വാക്കിനർത്ഥം പോയിസണസ് ഫ്ലൂയിഡ് അഥവാ വെനം എന്നാണ്, വിഷദ്രാവകം എന്നാണ്. പേരിട്ടത് ആരാണ്? വൈറസ് പാസ്റ്റർ. ഇവാനോസ്കി പറഞ്ഞു, പുകയില ചെടിയിൽ ടൊബാക്കോ മൊസൈക് രോഗം ഉണ്ടാക്കുന്നത് വൈറസ് ആണെന്ന് ഇവാനോസ്കി പറഞ്ഞു. ഇത് കണ്ട ബെജർനിക്ക് അദ്ദേഹം കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡ് ഉണ്ടാക്കി, രോഗം വന്ന പുകയില ചെടിയുടെ കഷായമുണ്ടാക്കി. അതാണ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ്. എന്നിട്ട് തളിച്ചപ്പോൾ മറ്റു ചെടിക്ക് രോഗം ഉണ്ടാകുന്നത് കണ്ടെത്തി. അങ്ങനെ ഇരുന്നിട്ട് WM സ്റ്റാൻലി 1935 വൈറസിനെ എന്ത് ചെയ്തെടുത്തു? ക്രിസ്റ്റലൈസ് ചെയ്തു. അപ്പോഴാണ് ഒരു ചോദ്യം വന്നത്, വൈറസ് ഈസ് ലിവിങ് ഓർ നോൺ ലിവിങ്? വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? ഒരു ചോദ്യം ശാസ്ത്ര ലോകത്തിനെ കുഴക്കി അല്ലേ, കുഴപ്പത്തിലാക്കി. നമ്മളെല്ലാവരും പറഞ്ഞു ജീവനുണ്ട്, ജീവനില്ല, ജീവനില്ല. അമേരിക്കക്കാർ പറഞ്ഞു ആ ജീവനുണ്ട്, റഷ്യക്കാർ പറഞ്ഞു ജീവനില്ല, ഇവിടെ ചൈനക്കാരൻ പറഞ്ഞ് രണ്ടുമാണ്, ചില ഇന്ത്യക്കാരൻ പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല അല്ലേ, നമുക്കറിയത്തില്ല ഞങ്ങൾക്ക് അല്ലേ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്കാർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കുന്നു, വൈറസിനെ സ്റ്റാൻലി ക്രിസ്റ്റലൈസ് ചെയ്തോ? അതിൽ മാറ്റമൊന്നുമില്ല. വൈറസിനെ എന്ത് ചെയ്തു? ആര് ക്രിസ്റ്റലൈസ് ചെയ്തെടുത്തു? സ്റ്റാൻലി ക്രിസ്റ്റലൈസ് ചെയ്തു. ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈറസിന് ജീവനില്ല, അത് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റു ശാസ്ത്രജ്ഞർ പറഞ്ഞു വൈറസ് ഇപ്പം അംഗീകരിക്കുന്നത് വൈറസ് ഈസ് ബോത്ത്, രണ്ടുമാണ്, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ലിവിങ്ങും ആണ്, അതുപോലെ തന്നെ ഏതായിരിക്കും നോൺ ലിവിങ്ങും ആണെന്ന് ആര് പറഞ്ഞു? ജീവനുമുണ്ട് ജീവനില്ലാത്തവയുമാണ് വൈറസസ്. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, വൈറസ് ജീവനില്ലേ എന്ന് ചോദിച്ചാൽ ജീവനില്ല. ഇതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്,
എന്താണ് ബോത്ത് ലിവിങ്, എന്തുകൊണ്ട് നോൺ ലിവിങ്? നോൺ ലിവിങ്ങിന് നമ്മൾ കാരണം ക്രിസ്റ്റലൈസ്ഡ് ബൈ WM സ്റ്റാൻലി, പരലുകളാക്കി മാറ്റി എന്ന്. 2, അവ സെല്ലിന് ഔട്ട്സൈഡ് ദ സെൽ ദേ ആർ ഡെഡ്. അവ ഗ്രോത്ത് കാണിക്കില്ല, മെറ്റബോളിസം കാണിക്കില്ല, ഒന്നും കാണിക്കത്തില്ല. ദേ ആർ ഡെഡ് ഇൻ നേച്ചർ. അതുകൊണ്ട് നോൺ ലിവിങ് ആണെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. ലിവിങ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് അവ എ സെല്ലുലാറാണ്, കോശഘടനയില്ല, എ സെല്ലുലാർ. അവ പറഞ്ഞത് ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റാണ്. അതായത് അവ സെല്ലിനകത്ത് മാത്രമേ ജീവിക്കൂ, സെല്ലിന് ഔട്ട്സൈഡ് ജീവിക്കൂല. ദേ ആർ ലീവ് ഓൺലി ഇൻസൈഡ് ദി സെൽ, സെല്ലിനകത്ത് മാത്രമേ ഇത് ജീവൻ കാണിക്കൂ. അടുത്ത ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക അമ്ലം കൊണ്ട്, പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇവ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്ത് സെല്ലിനകത്ത് അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മെറ്റബോളിസം കാണിക്കുന്നു, കോസ് ഡിസീസസ്, നമുക്ക് ഡിസീസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആര് പറഞ്ഞു? ലിവിങ് ആണെന്നൊരു വിഭാഗം പറഞ്ഞു. അപ്പോൾ ഡെഡാണെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ എന്താണ്? വൈറസിനെ പരലുകളാക്കി മാറ്റി. കോശത്തിന് പുറത്ത് അവ ഒരു തരത്തിലുള്ള ജീവികളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. അവ മെറ്റബോളിസം കാണിക്കുന്നില്ല, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ഒന്നുമില്ല. എന്നാൽ ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റാണ്. കോശത്തിനകത്തേക്ക് വൈറസ് കയറി കഴിഞ്ഞാൽ അവ എന്ത് കാണിക്കും? റീപ്രൊഡക്ഷൻ കാണിക്കും, മെറ്റബോളിസം കാണിക്കും, ഡിസീസുകൾക്ക് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവ നിർമ്മിതമായിരിക്കുന്നത് അതൊക്കെയാണ് പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും കൊണ്ട് മാത്രമാണ്. അല്ലേ, ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡ് അഥവാ ന്യൂക്ലിക അമ്ലം, DNA or RNA ഒരു പ്രോട്ടീൻ കൊണ്ട് കവർ ചെയ്താൽ ഒരു വൈറസായിട്ട് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞു ദേ ആർ ബോത്ത്. അതാണ് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന നമുക്കറിയാം ഏതൊക്കെയാണ്, നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മംസ്, പിന്നെ ഏതാണ്? ചിക്കൻ പോക്സ്, സ്മാൾ പോക്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? പിന്നെ ഏതാണ്? സ്മോൾ പോക്സ്. പിന്നെ നമുക്ക് ഏതാണ്? അവിടെ ഏതാണ്? എയ്ഡ്സ്, കൊറോണ, അല്ലേ? ഇതെല്ലാം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? ഈ വൈറസുകളാണ്. മംസ്, സ്മാൾ പോക്സ്, എയ്ഡ്സ്, കൊറോണ, നമ്മൾ ജലദോഷം അല്ലെ, ഫ്ലൂ, നമ്മൾ പലതരത്തിലുള്ള ജലദോഷം ഇതെല്ലാം കോസ് ചെയ്യണ ആരാണ്? വൈറസാണ്. അപ്പോൾ നെയിം ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ് ഇൻ ഹ്യൂമൻ എന്ന് ചോദിച്ചാൽ പറയും ഫ്ലൂ, മംസ്, സ്മാൾ പോക്സ്, എയ്ഡ്സ്, കൊറോണ, പിന്നെ ബേർഡ് ഫ്ലൂ നമ്മൾ പഠിച്ചിട്ടില്ലേ, പക്ഷിപ്പനി, അല്ലേ? ഇതെല്ലാം കാരണം ആരാണ്? വൈറസാണ്. അപ്പോൾ വൈറസിന് ജീവനുണ്ട്. പക്ഷേ ജീവൻ എപ്പോഴേ കാണിക്കുകയുള്ളൂ? കോശത്തിനകത്തായിരിക്കുമ്പോൾ. ഒരു വൈറസ് നിർമ്മിതമായിരിക്കുന്ന പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ചേർന്നാണ്. അതുകൊണ്ട് വൈറസുകൾ എല്ലാം ജീവനുണ്ട്. അപ്പോൾ നമ്മളിത് ഏത് അംഗീകരിക്കും? ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറഞ്ഞു വൈറസ് ഡെഡാണ്. നിപ്പ വൈറസ് ഇസ് കറക്റ്റ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയാൽ വൈറസ് ജീവനുണ്ടെന്ന് ഒരു വിഭാഗം പറഞ്ഞു, ഒരു വിഭാഗം പറയുന്നു ജീവനില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറസസ് ആർ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്, നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് ഒറ്റ വാക്കൂടെ പറഞ്ഞു, വൈറസ് കോശത്തിനകത്തായിരിക്കുമ്പോൾ ജീവനുണ്ട്, കോശത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ജീവനുണ്ടായിരിക്കത്തില്ല. അതാണ് നമ്മളിപ്പോൾ ഈ കൊറോണ ബാധിച്ച ആൾക്കാർ ശ്വസിച്ച് മുകളിലേക്ക് അന്തരീക്ഷത്തിൽ വിട്ടാൽ വൈറസ് ഡെഡാണ്. ഇത് നമ്മൾ വലിച്ച് ഉള്ളിൽ കയറ്റുമ്പോൾ നമ്മൾ സെല്ലിലേക്ക് കയറുമ്പോൾ എന്തായാലും ജീവൻ വരും. അതിന് ആയുസ് എത്ര? 7 ദിവസം 10 ദിവസം വരെ ഔട്ട്സൈഡ് ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, വൈറസുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലിവിങ് ആൻഡ് ബോത്ത് നോൺ ലിവിങ്. ജീവനുണ്ട്, ജീവനില്ല, രണ്ടും അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, വൈറസസ് ആർ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. അവ എപ്പോഴും സെല്ലിനകത്ത് മാത്രമേ ജീവിക്കൂ. ഈ പോയിന്റ് മനസ്സിലായോ? നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു, അത് കഴിഞ്ഞ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പറഞ്ഞു. അടുത്ത വൈറസിൻ്റെ ഘടന പറയുന്നു. അതിനു മുമ്പ് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലൂ, മംസ്, സ്മാൾ പോക്സ്, എയ്ഡ്സ്, കൊറോണ, എക്സെട്രയൊക്കെ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, വൈറസിനിപ്പോൾ പ്രാധാന്യം കൽപ്പിക്കും പരീക്ഷയ്ക്ക്. ഓക്കെ, കാരണം ഈ സമയമുണ്ട്. ഡൗട്ടുണ്ടോ? എനി ഡൗട്ട്? ബോർഡ് ക്ലിയർ ഇല്ലെന്ന്. ബോർഡ് ക്ലിയർ അല്ലേ ആക്കാം? ആർക്കെങ്കിലും ബോർഡ് ക്ലിയർ ആണ്? A3കാർക്ക് നമുക്ക് അടുത്തേക്ക് കിടക്കാം, കാരണം നമുക്ക് ഇനി 9:30 സ്റ്റോപ്പ് ആക്കണം. ഓക്കെ, വൈറസ്. അപ്പോൾ വൈറസിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. വൈറസസ് ആർ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ജീവനുണ്ട്, ജീവനില്ല എന്ന് വെച്ചാൽ വൈറസ് ആർ ബോത്ത്, രണ്ടുമാണ്.
അവ എന്തുകൊണ്ട് ജീവനുണ്ടെന്ന് പറയുന്നത് എ സെല്ലുലാറാണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റാണ്. ഇൻസൈഡ് ദ സെല്ല് അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മെറ്റബോളിസം കാണിക്കുന്നു. അവ നിർമ്മിതമായിരിക്കുന്ന പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും കൊണ്ടാണ്. ജീവനില്ല എന്ന് പറയുന്ന കാരണം ക്രിസ്റ്റലൈസ് ചെയ്തു. ഔട്ട്സൈഡ് ദ സെൽ ഡെഡാണ്. മനുഷ്യനിലുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലൂ, മംസ്, ചിക്കൻ ബോക്സ്, സ്മാൾ പോക്സ്, എയ്ഡ്സ്, കൊറോണ എന്നിവയെല്ലാം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, ഇനി വൈറസുകൾ ചെടികൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും അല്ലേ? വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. വൈറസസ് പ്ലാന്റ്സിൽ പലതരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാക്കുന്നു. ആ ഡിസീസുകളെ സിംറ്റംസ് ഏതൊക്കെയെന്ന് ഒരിക്കൽ പരീക്ഷിക്കും. സിംറ്റംസ് ഓഫ് വൈറൽ ഡിസീസസ് ഇൻ പ്ലാന്റ്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ. സിംറ്റംസ് ഓഫ് അല്ലേ പ്ലാന്റ്സ് അല്ലേ വൈറസ് മൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് യെല്ലോയിങ്, മഞ്ഞളിപ്പ്. അടുത്ത മൊസൈക്ക് പാറ്റേൺ, സ്പോട്ടുകൾ ഉണ്ടാക്കുന്നു. മൊസൈക്ക് പാറ്റേൺ. അപ്പം അടുത്ത യെല്ലോയിങ്, വെയിൻ ക്ലിയറിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുന്നു. നമ്മൾ വാഴയൊക്കെ ഉണ്ടാകും, ചില മണ്ടയടപ്പ് രോഗം വാഴ എന്നൊക്കെ കാണാൻ പറ്റും. മഞ്ഞളിപ്പ്, യെല്ലോയിങ്, യെല്ലോയിങ്, റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീഫ്. നമ്മൾ മരിച്ചിനൊക്കെ കാണാൻ പറ്റും. റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ്. ഇതെല്ലാമാണ് രോഗലക്ഷണങ്ങളെന്ന് പറയണ. പ്ലാന്റ്സിൽ കാണാൻ കഴിയുന്ന വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് യെല്ലോയിങ്, മഞ്ഞളിപ്പ്. മൊസൈക്ക് പാറ്റേണിൽ സ്പോട്ടുകൾ ഉണ്ടാകുക. വെയിൻ ക്ലിയറിങ്, അതിൻ്റെ ഈ ഇലയുടെ വെയിൻസ് വ്യക്തമാകുക മഞ്ഞ നിറത്തിൽ. സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുക. റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ്, ഇലകൾ ചുരുണ്ടുകൂടുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയണ വൈറസ് കാർസിനം പ്ലാന്റിൽ ഉണ്ടാക്കുന്ന രോഗം ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് കോസ്ഡ് ബൈ TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ ശ്രദ്ധിക്കുക അല്ലേ? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുക. സിംറ്റംസ് ഓഫ് പ്ലാന്റ് വൈറസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് യെല്ലോയിങ്, മൊസൈക്ക് പാറ്റേൺ, വെയിൻ ക്ലിയറിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ്. ഇല ചുരുളുക. അപ്പോൾ വാട്ട് ആർ ദി സിംറ്റംസ് ഓഫ് വൈറസസ് ഇൻ പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? യെല്ലോയിങ്, മഞ്ഞളിപ്പ്, മൊസൈക്ക് പാറ്റേൺ, വെയിൻ ക്ലിയറിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ്. വാട്ട് ആർ ദി സിംറ്റംസ് ഷോൺ ബൈ ദി പ്ലാന്റ്സ് ഫോർ വൈറൽ ഡിസീസ്? പ്ലാന്റ്സിനുണ്ടാകുന്ന വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്? ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്. അടുത്ത ടപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്. അതുപോലെ തന്നെ ഏതാണ് നമുക്ക് പ്ലാന്റ്സിനുണ്ടാക്കുന്ന ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ഇതൊക്കെ പലതരത്തിലുള്ള വൈറൽ ഡിസീസുകളാണ്. ഈ വൈറൽ ഡിസീസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അവ കാണിക്കുന്ന സിംറ്റമാണ് യെല്ലോയിങ്, മൊസൈക്ക് പാറ്റേൺ, വെയിൻ ക്ലിയറിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ്. ഒരു 2 പ്ലാന്റ് ഡിസീസുകൾ കോസ്ഡ് ബൈ വൈറസ് എന്ന് ചോദിച്ചാൽ ടപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്, ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്നിവയൊക്കെ ചെടികളിൽ അല്ലെങ്കിൽ ഇത് വാഴയിലുണ്ടാക്കുന്നതാണ്. ഇത് ടപ്പിയോക്കയിൽ, മരിച്ചിനിയിലാണ്. ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത് പുകയില ചെടിയിലുണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ? എനി ഡൗട്ടുണ്ടോ? നമുക്ക് ചാപ്റ്റർ തീർക്കണം. പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോം മീൻസ് അത് വേണ്ട, അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് വൈറസ് പറയാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈറസുകൾ ചെടികളിൽ രോഗം ഉണ്ടാക്കുന്നു. ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് കോസ്ഡ് ബൈ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടപ്പിയോക്കോ മൊസൈക്ക് ഡിസീസ് മരിച്ചിനിയിൽ, അതും ടപ്പിയോക്കോ മൊസൈക്ക് വൈറസാണ് കാരണം. ബഞ്ചി ടോപ്പ് ബനാന. ഇങ്ങനെ രോഗങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഏതൊക്കെയാണ്? യെല്ലോയിങ്, മഞ്ഞളിപ്പ്. 2 മൊസൈക്ക് പാറ്റേൺ ഓഫ് സ്പോട്ട്, വെയിൻ ക്ലിയറിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, റോളിങ് ആൻഡ് കർലിങ് ഓഫ് ലീവ്സ് ആണ് വൈറസസുകളുടെ സിംറ്റംസ്. വൈറസ് രോഗം ബാധിച്ച ചെടികളിൽ കാണപ്പെടുന്ന സിംറ്റംസ് മീൻസ് രോഗലക്ഷണങ്ങൾ. ഇനി നമ്മളടുത്ത വൈറസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണ്. സ്ട്രക്ചർ ഓഫ് വൈറസ്. നമ്മൾ വൈറസ് എന്ന് നിർമ്മിതമായിരിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡും കൊണ്ടാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. വൈറസസ് ആൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇത്രയേ ഉള്ളൂ. സെല്ലുലാറാണ്, കോശഘടനയൊന്നുമില്ല വൈറസിന് കോശഘടനയില്ല.
എന്നാൽ വൈറസ് നിർമ്മിതമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡും. ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയായിരിക്കും? ഐദർ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓർ RNA. ഒരു DNA ഒരു RNA എടുത്ത് ഒരു പ്രോട്ടീൻ കൊണ്ട് കവർ ചെയ്താൽ, നമ്മളൊരു DNA എടുക്കുന്നു, ഒരു സഞ്ചി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് സഞ്ചി ഒരു പ്രോട്ടീനായിട്ട് കരുതുക, ഒരു വൈറസായി. ഒരു RNA എടുത്തു ഒരു സഞ്ചിക്കകത്തോട്ട് കെട്ടി, അതൊരു വൈറസാണ്. അത് ഇവിടെ സഞ്ചി എന്ന് പറയുന്നത് ഏതാണ്? ആ പ്ലാസ്റ്റിക് കിറ്റിന് എന്തായിട്ട് കരുതുക? പ്രോട്ടീൻ്റെ ആവരണമായി കരുതുക. നിങ്ങൾ അതിനകത്തേക്ക് ഇട്ട DNA ന്യൂക്ലിക് ആസിഡും ഉണ്ട് എങ്കിൽ അതാണ് ഒരു വൈറസ്. ഇത്രയേ ഉള്ളൂ ഒരു വൈറസ്. വളരെ സിമ്പിൾ ഘടന. വൈറസ് എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട. വൈറസിന് 2 ഭാഗങ്ങളേ ഉള്ളൂ. നമുക്ക് എല്ല്, നമ്മുടെ ശരീരത്തിൽ സ്കിന്ന്, അതെല്ലാം ഇല്ലേ, സെല്ല് എല്ലാം ഇല്ലേ, അതൊന്നുമില്ല. വൈറസിന് നിർമ്മിതമായിരിക്കുന്ന 2 ഘടകങ്ങൾ മാത്രം. ന്യൂക്ലിക് ആസിഡ് അഥവാ DNA ഓർ RNA. പിന്നെ അതിനെ ആവരണം ചെയ്തുകൊണ്ട് എന്താണ്? മാംസ്യ നിർമ്മിതം അഥവാ പ്രോട്ടീൻ നിർമ്മിതമായ ഒരു ആവരണം. ഞാൻ വെറുതെ പറഞ്ഞാൽ DNA ഒരു RNA എടുക്കുന്നു, ഒരു ആവരണം ചെയ്താൽ ഇതൊരു വൈറസാണെന്ന് പറയാം. വൈറസിന് പ്രോട്ടീൻ നിർമ്മിതമായ ഒരു കവറിങ്ങും ഒരു ന്യൂക്ലിക് ആസിഡും മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന പേരിൽ അറിയപ്പെടും. വൈറസ് ഈസ് കാൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻ. വൈ? ബിക്കോസ് വൈറസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. ന്യൂക്ലിക് ആസിഡ് മേ ബി DNA ഓർ RNA. ന്യൂക്ലിക് ആസിഡിനെ ഒരു പ്രോട്ടീൻ ആവരണം കൊണ്ട് കവർ ചെയ്താൽ അതൊരു വൈറസാണ്. അതുകൊണ്ട് വൈറസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആയതിനാൽ അതിനെ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ന്യൂക്ലിക് ആസിഡ് 2 തരം, DNA-യും RNA-യും. അതിൻ്റെ ഫലമായിട്ട് വൈറസുകളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. DNA ഉള്ള വൈറസുകളെ നമ്മൾ വിളിക്കുന്ന പേര് DNA വൈറസ്. RNA മാത്രമുള്ള വൈറസുകളെ വിളിക്കുന്ന പേര് RNA വൈറസ്. അപ്പോൾ വൈറസുകൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 2ആയിട്ട്. ഏതിൻ്റെ അടിസ്ഥാനമാക്കി? ന്യൂക്ലിക് ആസിഡ് DNA ആണെങ്കിൽ അതിന് DNA വൈറസ് എന്നും, RNA ആണെങ്കിൽ അതിന് RNA വൈറസ് എന്ന് അറിയപ്പെടുന്നു. ഒരിക്കലും പറയാണ്, വൈറസിൻ്റെ ഘടന എടുത്തു നോക്കിയാൽ വൈറസ് നിർമ്മിതമായിരിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ന്യൂക്ലിക് ആസിഡും അതിനെ ആവരണം ചെയ്തുകൊണ്ട് പ്രോട്ടീൻ കൊണ്ടാണ്. ഒരു ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് വൈറസ് നിർമ്മിതമായതുകൊണ്ട് അവ ഒറ്റപ്പേരിൽ അറിയപ്പെടും ന്യൂക്ലിയോ പ്രോട്ടീൻ. വൈറസുകൾ 2 തരം. DNA ന്യൂക്ലിക് ആസിഡായിട്ടുള്ള വൈറസുകളെ DNA വൈറസ് എന്നും RNA ന്യൂക്ലിക് ആയിട്ടുള്ളവനെ RNA വൈറസ് എന്ന പേരിലും അറിയപ്പെടുന്നു. DNA വൈറസിന് എക്സാമ്പിൾ ബാക്ടീരിയോഫേജ് അഥവാ ബാക്ടീരിയൽ വൈറസ് ഇതിന് ഉദാഹരണമാണ്. പുസ്തകത്തിൽ പടമുണ്ട്, ഒരു ടാഡ്പോഡിൻ്റെ പടമുള്ള ബാക്ടീരിയൽ വൈറസ്. ബാക്ടീരിയോഫോഗി എന്ന പേരിൽ അറിയപ്പെടും. അതായത് ബാക്ടീരിയ നശിപ്പിക്കുന്ന വൈറസാണ് ബാക്ടീരിയോഫേജ് ഓർ ബാക്ടീരിയൽ വൈറസ്. RNA വൈറസിന് എക്സാമ്പിളാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഇതിൻ്റെ 2 പടവും പുസ്തകത്തിലുണ്ട്. ടൊബാക്കോ മൊസൈക്ക് വൈറസും പിന്നെ ഏതാണ്? ടൊബാക്കോ മൊസൈക്ക് വൈറസും പിന്നെ ഏതാണ്? ബാക്ടീരിയൽ വൈറസും. അപ്പോൾ വൈറസുകൾ എത്ര തരം? അല്ലേ വൈറസുകൾ എത്ര തരം? DNA വൈറസും RNA വൈറസും. DNA വൈറസിന് ഉദാഹരണം ഏതാണ്? പുസ്തകത്തെ എടുത്ത് നോക്കിയാണ് ബാക്ടീരിയോഫേജ്. അതിന് വേറെ പേരെന്താണ്? ബാക്ടീരിയൽ വൈറസ്. മലയാളം ബാക്ടീരിയോഫോജി. ബാക്ടീരിയ തിന്ന് നശിപ്പിക്കുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയൽ വൈറസ് ഓ ബാക്ടീരിയോഫേജ്. RNA വൈറസിന് ഉദാഹരണം ഏതാണ്? ടൊബാക്കോ മൊസൈക്ക് വൈറസ്. 2ൻ്റെ പടം ബുക്കിനകത്തുണ്ട്, പുസ്തകത്തിനകത്ത്. നമ്മൾ നോക്കണേ ഒരു ഈ പുസ്തകം നോക്കുക, നിങ്ങൾ സൂം ചെയ്ത് നോക്കുക. ഈ കാണപ്പെടുന്നത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് TMV. ഇപ്പോഴത്തെ ഒരു വാൽമാക്രിയുടെ പടം പോലെയുള്ള ഏതാണ്? ഏതാണ്? ബാക്ടീരിയോഫേജ്. ഏതാണിടെ ഇത്? ഈ 2 പടം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ 2 പടം ഇതേത് പടമാണ്? TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഇതാണെങ്കിലോ ബാക്ടീരിയോഫേജ്. നമ്മൾ ഇതിൻ്റെ ഘടന എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടക്കാമല്ലോ, അല്ല? ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുകയാണെങ്കിൽ DNA വൈറസിന് ഉദാഹരണമാണ് ബാക്ടീരിയോഫേജ്. നമ്മൾ ബാക്ടീരിയോഫേജിൻ്റെ പടം ഒരു DNA വൈറസിന് ഉദാഹരണമാണ് ബാക്ടീരിയോഫേജ്. എന്താണ് ബാക്ടീരിയോഫേജ്? ഫേജ് മീൻസ് തീറ്റി. ബാക്ടീരിയ തിന്നുന്നയാൾ. നമ്മളെടുത്ത് നോക്കിയാൽ പുസ്തകം ഇങ്ങനെയൊക്കെ ഒരു പടം ഇങ്ങനെ ടാഡ്പോഡ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു പടം കാണാൻ നിങ്ങൾക്ക് കഴിയും. ഹെക്സഗണൽ ഹെഡ്, ഇവിടെ ടെയിൽ, ഫിൻസ്, ഇതുപോലെ ഇങ്ങനെയുള്ള ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടോ?
ഇതേപോലെ കാണാൻ കഴിഞ്ഞാൽ ഇതിനകത്ത് പോളിക്കിട്ടൽ ഇങ്ങനെയൊക്കെ വരച്ചിരിക്കും. ഓക്കെ, പുസ്തകത്തിൽ നമ്മൾ അതൊന്നും വരയ്ക്കേണ്ട. ഞാൻ ഇതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ പോലെ വരയ്ക്കാം. നമ്മൾ നോക്കിയാൽ ഈ കാണപ്പെടുന്ന എല്ലാം പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആവരണമാണ്. പ്രോട്ടീൻ കോട്ടാണിത്. ഇതേതാണ് പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ നിർമ്മിതമായിട്ടുള്ള ആവരണം. ഇവിടെ ഒരു ഹെഡ് ലൈക്ക് പീസുണ്ട്, ഹെക്സഗണൽ ഹെഡ്. ഇതിനെ വിളിക്കുന്ന പേര് ടെയില്. ഇതിനെ വിളിക്കുന്ന പേര് ടെയിൽ ഫിൻസ്. ഇതെല്ലാം ഏതാണ്? പ്രോട്ടീനാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിയതാ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA കാണാൻ കഴിയും. ഇതാണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ ഘടന. ന്യൂക്ലിക് ആസിഡായ DNA ഈ പ്രോട്ടീൻ കോട്ടിനകത്ത് ഇരിക്കുന്നു. പക്ഷേ പ്രോട്ടീൻ കോട്ട് എങ്ങനെ ആയിരിക്കുന്നു? ഹെഡ്, ടെയിൽ ഫിൻസ്, എൻഡ് പ്ലേറ്റ്, ഇങ്ങനെ കുറേ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. ഇതാണ് ഒരു ബാക്ടീരിയോഫേജ്. ഇത് ഏത് വൈറസിന് എക്സാമ്പിളാണ്? DNA വൈറസിന് എക്സാമ്പിളാണ്. അപ്പോൾ DNA വൈറസിന് എക്സാമ്പിൾ ആരാണ്? ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ്. ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ് അറ്റാക്ക് ബാക്ടീരിയ. വൈറസിന് ബാക്ടീരിയോഫേജ് അഥവാ ബാക്ടീരിയൽ വൈറസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ട് ചെയ്യണം. അത് ചോദിച്ചാൽ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസാണ്. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന വൈറസാണ് ബാക്ടീരിയോഫേജ്. അത് DNA വൈറസാണ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ DNA ആണ്. ഇതിനെ ആവരണം ചെയ്തുകൊണ്ട് പ്രോട്ടീൻ നിർമ്മിതമായ ഒരു കോട്ട് അഥവാ ആവരണമുണ്ട്. ആ പ്രോട്ടീൻ കോട്ടിനും പ്രധാന ഭാഗങ്ങളാണ് ഹെഡ്, ടെയിൽ ഫിൻസ് എന്നിവ ഉണ്ടായിരിക്കും. ഇവ ആരെ നശിപ്പിക്കുന്നതാണ്? ബാക്ടീരിയ നശിപ്പിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ ബാക്ടീരിയോഫോജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വൈറസുകൾ എത്ര തരം? 2 തരം. DNA വൈറസുകളും RNA വൈറസുകളും. എന്താണ് DNA വൈറസ്? DNA വൈറസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് DNA ഉള്ള വൈറസുകളാണ് DNA വൈറസ്. ഉദാഹരണം ബാക്ടീരിയോഫേജ് അഥവാ ബാക്ടീരിയൽ വൈറസ്. ആരാണ് ബാക്ടീരിയോഫേജ്? ഫേജ് മീൻസ് വൈറസ് എന്നാണ്. ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ് വിച്ച് അറ്റാക്ക് ദി ബാക്ടീരിയ. ബാക്ടീരിയയെ തിന്ന് നശിപ്പിക്കുന്ന വൈറസാണ് ബാക്ടീരിയോഫേജ്. അത് സാധാരണ ഒരു DNA വൈറസിന് ഉദാഹരണമാണ്. അതിനൊരു പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡും ഉണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA അതിൻ്റെ പ്രോട്ടീൻ കോട്ടായ ഹെഡിനകത്തിരിക്കുന്നു. ഇതുകൂടാതെ പ്രോട്ടീൻ കോട്ടിന് നീളമുള്ള ടെയിലും ഇവിടെ എൻഡ് പ്ലേറ്റും ബാക്ടീരിയ പുറത്ത് പറ്റി പിടിക്കാനുള്ള ടെയിൽ ഫിൻസും എന്നിവയെല്ലാം കാണാൻ കഴിയുന്നു. ഓക്കെ, ഇനി നമ്മളൊരു RNA വൈറസ് എടുക്കുക. RNA വൈറസിന് എക്സാമ്പിളാണ് TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഏറ്റവും വലിയ നീളമുള്ള വൈറസാണ് TMV. എടുത്ത് നോക്കിയാൽ നമ്മളൊക്കെ ഇവിടെ ഇതുപോലെ ആയത് കാണാൻ കഴിയും. പുസ്തകം നോക്കുക, RNA ഇങ്ങനെ കാണാൻ കഴിയും. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഒരു മുത്ത് മാതിരി ഇങ്ങനെ കാണാൻ കഴിയും. ഈ മുത്തുമാതിരിയുള്ള RNAക്ക് ചുറ്റും പ്രോട്ടീന് നിർമ്മിതമായിട്ടുള്ള ഒരു കോട്ട് ഇങ്ങനെ കാണാൻ കഴിയും. പ്രോട്ടീൻ കോട്ട് ഇതുപോലെ നമ്മളൊക്കെ അല്ലേ ധാരാളം പഴത്തൊലികളിൽ ചേർത്ത് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോട്ടീൻ കോട്ട് ഇങ്ങനെ കാണാൻ കഴിയും. ജെനറ്റിക് മെറ്റീരിയൽ ഏതാണ്? ഏതാണ്? ഇത് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണ്? പ്രോട്ടീൻ കോട്ടാണ്. ഏതാണ്? പ്രോട്ടീൻ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ട് അഥവാ മാംസനിർമ്മിതമായിരിക്കുന്ന പ്രോട്ടീൻ കോട്ട് നിർമ്മിതമായിരിക്കുന്ന സ്മാൾ യൂണിറ്റ് ഉണ്ട്. ആ സ്മാൾ യൂണിറ്റിനെ വിളിക്കുന്ന പേര് കാപ്സോമിയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. എന്തുപോലെ അറിയപ്പെടുന്നു? കാപ്സോമിയേഴ്സ്. അപ്പോൾ ഒരു RNA വൈറസിന് എക്സാമ്പിളാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഇതാണ് ടൊബാക്കോ മൊസൈക്ക് ഡിസീസിന് കാരണം പുകയിലയിൽ. ഇതിന് നിർമ്മിതമായിരിക്കുന്ന RNAയും പ്രോട്ടീൻ കോട്ടും കൊണ്ടാണ്. പ്രോട്ടീൻ കോട്ടിനകത്ത് ധാരാളം ചെറിയ സബ് യൂണിറ്റ് കാണാൻ കഴിയും. ആ സബ് യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് കാപ്സോമിയർ. കാപ്സിഡ് മീൻസ് ഈ പ്രോട്ടീൻ കോട്ടിന്റെ പേരാണ്. മൊത്തം വിളിക്കുന്ന പേര് കാപ്സിഡ് എന്നും അതിന്റെ ഓരോ യൂണിറ്റിനെ നമ്മൾ കാപ്സോമിയേഴ്സ് എന്ന പേരും അറിയപ്പെടുന്നു. ഓക്കെ, കാപ്സിഡ് മീൻസ് അതിന്റെ ആവരണം. പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായ ആവരണത്തെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ്. അതിന്റെ ഓരോ യൂണിറ്റിനെ വിളിക്കുന്ന പേര് കാപ്സോമിയർ. അപ്പോൾ വൈറസിന്റെ ഘടന ഞാൻ ഒരിക്കലും പറയുകയാണ്. വൈറസുകൾ നിർമ്മിതമായിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടും ന്യൂക്ലിക് ആസിഡും കൊണ്ടാണ്. മാംസ്യവും ന്യൂക്ലിക അമ്ലങ്ങളും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് അവ ഒറ്റ പേരിൽ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ന്യൂക്ലിക് ആസിഡ് ഐദർ DNA ഓർ RNA ആയിരിക്കും. DNA ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള വൈറസുകളെ DNA വൈറസ് എന്ന് വിളിക്കുന്നു. അതിന് ഉദാഹരണമാണ് ബാക്ടീരിയോഫേജ്.
ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ് വിച്ച് അറ്റാക്ക് ദി ബാക്ടീരിയം ആൻഡ് DNA ജെനറ്റിക് മെറ്റീരിയലാണ്. പ്രോട്ടീൻ കോട്ടിന് ഹെഡ്, ടെയിൽ ഫിൻസ് ഇങ്ങനെയുള്ളത് ഉണ്ടായിരിക്കും. RNA വൈറസിന് ഉദാഹരണമാണ് TMV, ടൊബാക്കോ മൊസൈക് വൈറസ്. അതിന് RNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയും അതിന് ധാരാളം ഒരു കവറിങ് ഉണ്ടായിരിക്കും. ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. അതിൻ്റെ ഓരോ യൂണിറ്റിനെ വിളിക്കുന്ന പേര് ക്യാപ്സോമിയേഴ്സ്. ഇതോടെ നമ്മൾ വൈറസിനെ കുറിച്ച് പഠിച്ചു കഴിയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കണം. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? വൈറസുകൾ എന്താണ്, വൈറസിൻ്റെ ഘടന എന്താണ്, ഹിസ്റ്ററി പറഞ്ഞു, വൈറസ് രോഗം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ പറഞ്ഞു നിർത്തി ചാപ്റ്റർ തീരുള്ളൂ. ഞാൻ ബോർഡ് ക്ലോസ് ചെയ്യണം, ടൈം കുറവാണ്. ബാക്കി നിങ്ങൾ പുസ്തകം വായിച്ച് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ബാക്ടീരിയോഫേജ് പരീക്ഷയ്ക്ക് ചോദിക്കും, TME പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, വരച്ച് പഠിച്ചോണേ എല്ലാവരും. ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, TME മീൻസ് ടൊബാക്കോ മൊസൈക് വൈറസ്. ടൊബാക്കോ മൊസൈക് വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു RNA വൈറസ് ഉദാഹരണമാണ്. അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഇതിനെ ആവരണം ചെയ്തുകൊണ്ട് പ്രോട്ടീൻ കോട്ടുണ്ട്. സാധാരണ പോലെ ആ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്നവർ ക്യാപ്സിഡ്, അതിൻ്റെ ഓരോ യൂണിറ്റിനെ വിളിക്കുന്നവർ ക്യാപ്സോമിയർ. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെയാണ്. ലൈക്കൻസ് പഠിച്ചു കഴിഞ്ഞു, വൈറസ് പഠിച്ചു കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈറോയിഡ്സും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്റ്റോപ്പ് ആക്കാൻ പറ്റും. 1 മിനിറ്റ്, ടൈം ഈസ് വെരി ഓഫ്. ഓക്കെ, നമ്മൾ ആദ്യം വൈറസ് എന്ന് പറഞ്ഞ് നിർമ്മിതമായിരിക്കണം എന്തൊക്കെയാണ്? വാട്ട് ഈസ് വൈറസ്? വൈറസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഏതായിരിക്കും? വൈറസിന് നിർമ്മിതമായിരിക്കണം ന്യൂക്ലിക് ആസിഡും പിന്നെ ഏതാണ് നിങ്ങൾ പറയണേ? ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ. ഇനി നമ്മൾ ഇവിടെ വയ്ക്കണം പ്രോട്ടീൻ ഇല്ല. ഏത് മാത്രം DNA, ഇവിടെ DNA ആവാം, RNA ആവാം. നമ്മൾ നോക്കിയതാ ഇതുമല്ല, വെറും RNA. TO വൈറോയിഡ്സ് ആർ ഡിസ്കവർഡ് ബൈ TO ഡൈനർ. TO ഡൈനറാണ് ആര് കണ്ടെത്തിയത്? വൈറോയിഡ് കണ്ടെത്തിയത്. വൈറോയിഡ് എന്ന് പറയുന്നത് പ്രോട്ടീനോ ന്യൂക്ലിക് ആസിഡ് DNA അല്ല, വെറും ഇൻഫെക്ഷ്യസ് RNA ആണ്. വെറും ഒരു ചെറിയ RNA, രോഗം പരത്താൻ കഴിവുള്ള ഒരു RNA ആണ് നമ്മൾ എന്തുപോലെ അറിയപ്പെടണം. വെറും RNA വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടണ ഒരു വൈറോയിഡ് എന്ന പേര് അറിയപ്പെടണം. കണ്ടെത്തിയ TO ഡൈനറാണ്. അദ്ദേഹം പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഇത് കാസ് ചെയ്യുന്ന ഡിസീസാണ്, അല്ലേ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഈസ് കാസ്ഡ് ബൈ വൈറോയിഡ്. അദ്ദേഹം TO ഡൈനർ നോക്കിയപ്പോൾ വെറും RNA മാത്രമുള്ള ഇൻഫെക്ഷ്യസ്, അതായത് സ്മാൾ, അതായത് ചെറിയ, അതായത് മോളിക്കുലാർ വെയിറ്റുള്ള, തന്മാത്രാ ഭാരമുള്ള ഒരു കൊച്ചു RNA വൈറസിന് രോഗം പരത്താൻ കഴിവുണ്ടെന്ന് കണ്ടെത്തുകയും ആ ജീവിയെ നമ്മൾ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈറോയിഡ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള വൈറോയിഡിൻ്റെ പേരെന്താണ്? PSTV എന്ന പേരിൽ അറിയപ്പെടും. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്. അപ്പോൾ വൈറോയിഡിനെ കുറിച്ചുള്ള ഒരു അക്കൗണ്ട് ഇതാണ്. വാട്ട് ഈസ് വൈറോയിഡ്? വളരെ ശ്രദ്ധയോടെ കേട്ടതാണ്. വൈറോയിഡ് എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക, വൈറോയിഡ് എന്ന് പറയുന്നത് ഒരു സെല്ലുലാർ ഓർഗാനിസമാണ്. വൈറസിനെ പോലെയും ലൈക്കനെ പോലെയും കോശഘടനയില്ലാത്ത ഒരു കുഞ്ഞു ജീവിയാണ് വൈറോയിഡ്. അത് ബയോളജി നമ്മളെ പൈക്കണ്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് വൈറോയിഡ്. വൈറോയിഡ് കണ്ടെത്തിയ ആളെ പേരെന്താണ്? ആരാണ്? TO ഡൈനർ. വൈറോയിഡ്സ് ആർ ഡിസ്കവർഡ് ബൈ TO ഡൈനർ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്താണ് ഒരു വൈറോയിഡ് എന്ന് പറയുന്നത്? വൈറസിനകത്ത് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ഉണ്ടാകും. അത് ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. എന്നാൽ വൈറോയിഡ് എന്ന് പറയുന്നതാണ് സ്മാൾ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഇൻഫെക്ഷ്യസ് RNA മാത്രം. പ്രോട്ടീൻ കോട്ടില്ലാത്ത സ്മാൾ മോളിക്കുലാർ വെയിറ്റ് ഉള്ള, തന്മാത്രാ ഭാരമുള്ള ഒരു കൊച്ച് RNA ആണ് ആരെന്ന് പറയുന്ന വൈറോയിഡ്. വൈറോയിഡ്സ് ആർ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ന്യൂക്ലിക് ആസിഡ് ആയ RNA ആണ്. RNA ഇൻഫെക്ഷ്യസ് ആണ്, രോഗം പരത്താൻ ചാൻസ് ഉള്ള ലോ മോളിക്കുലാർ വെയിറ്റ് ആയിട്ടുള്ള RNAകളെ വിളിക്കുന്ന പേരാണ് വൈറോയിഡ്സ്. ഡിസ്കവേർഡ് ബൈ TO ഡൈനർ. വൈറോയിഡ് കാസ് ചെയ്യുന്ന രോഗത്തിന്റെ പേരെന്താണ്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഉരുളക്കിഴങ്ങുകൾ ഉണ്ടാക്കുന്ന സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ആണ്. അതിന് കാരണമായിട്ടുള്ള വൈറോയിഡുകൾ വിളിക്കുന്ന പേര് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ഓർ PSTV എന്ന പേരാണ് എൻട്രൻസ് വെക്കുന്നത്. വാട്ട് ഈസ് PSTV? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ാക്കുന്ന ഡിസീസ് ഏതാണ്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസസ്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഫെക്ഷ്യസ് RNA ആണ്. പ്രോട്ടീൻ ഇല്ല. കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? TO ഡൈനർ. അപ്പോൾ വൈറോയിഡ് കണ്ടെത്തിയത് ആരാണ്? TO ഡൈനർ ആണ്.
വൈറോയിഡ് എന്ന് എന്താണ്? ഇൻഫെക്ഷ്യസ് സ്മാൾ മോളിക്കുലാർ വെയിറ്റ് RNA ആണ്. അതിന് രോഗം പരത്താൻ കഴിവുണ്ടായിരിക്കും. വൈറോയിഡ് പരത്തുന്ന ഒരു രോഗത്തിന്റെ പേരെന്താണ്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് കാരണമായിട്ടുള്ള വൈറോയിഡിന്റെ പേരെന്താണ്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് അല്ലേ? വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ വൈറോയിഡ് ആൻഡ് വൈറസസ്? വൈറസസ് ആർ മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. വൈറസസ് ആർ മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡായ DNA-യും RNA-യും ചേർന്നാണ് വൈറസ് നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ വൈറോയിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇല്ല, ന്യൂക്ലിക് ആസിഡായ RNA ആണ്. ആ RNA ആകട്ടെ സ്മോൾ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കണം. അടുത്ത പോയിന്റ് എന്തായിരിക്കണം? അവ ഇൻഫെക്ഷ്യസും ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? എനി ഡൗട്ട്? അപ്പോൾ നമ്മൾ സെല്ലുലാർ ഫൈഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത 3 ജീവികളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ലൈക്കൻസ്, വൈറസ്, വൈറോയിഡ്സ്. ഇതോടെ ഈ ചാപ്റ്റർ ക്ലോസ് ആയി.